ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് വെറൈറ്റി ആയി പാവയ്ക്ക മസാല ഉണ്ടാക്കിയാലോ? ഈ കറി ചോറിന് ഒരു സൈഡ് ഡിഷായി ഉപയോഗിക്കാം. പാവയ്ക്ക മസാല ഉണ്ടാക്കാനായി 2 വലിയ പാവയ്ക്ക മെഴുക്കുപുരട്ടിക്ക് അരിയുന്നത് പോലെ വട്ടത്തിലരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിരുമി അരമണിക്കൂർ മാറ്റിവെച്ച ശേഷം പിഴിഞ്ഞെടുത്ത് മാറ്റിവെക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കയ്പ് കുറയ്ക്കാനാണ് കേട്ടോ. ഇനി ഒരു പാൻ എടുത്ത് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പിട്ട് വഴറ്റി കൊടുക്കാം. ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടിയിട്ട് വഴറ്റണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകമിട്ട് വഴറ്റി ശേഷം അതിലേക്ക് 1 മുഴുവൻ വെളുത്തുള്ളി കൂടിയിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് 8 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളകിന്റെ എണ്ണം കൂടുകയോ കുറയുകയോ ആവാം. നീളത്തിലരിഞ്ഞ 2 വലിയ സവാള കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം. സവാള ഒരു ട്രാൻസ്ലൂസന്റ് ആയാൽ അത് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി, 1/4 മുതൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ തുണ്ട് ശർക്കര കൂടി ഇട്ട് മഷി പോലെ അരച്ചെടുക്കണം. ഇനി ഒരു പാൻ എടുത്ത് 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. ടപ്പ ടപ്പ ടപ്പേ പൊട്ടങ്ങനെ പൊട്ടട്ടെ. കടുകൊക്കെ പൊട്ടിയ ശേഷം നീളത്തിലരിഞ്ഞ 2 വലിയ സവാളയും പിഴിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്കയും ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിടുമ്പോൾ ആദ്യമേ തന്നെ പാവയ്ക്കായ്ക്ക് ഉപ്പിട്ട കാര്യം മറക്കല്ലേ. പാവയ്ക്കയും സവാളയും നല്ലപോലെ വഴറ്റിയ ശേഷം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. വെള്ളം വറ്റിയ ശേഷം അരച്ച അരപ്പ് കൂടിയിട്ട് മിക്സ് വെൽ. ഇനി ചാറിനാവശ്യമായ വെള്ളം അരച്ച മിക്സി ജാറിൽ ഒഴിച്ച് ഇളക്കി പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പും എരിവും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം അടച്ചു വെച്ച് നല്ലപോലെ പാവയ്ക്ക വേവുന്നിടം വരെ വേവിച്ചു കൊടുക്കാം. ദാ നമ്മളുടെ പാവയ്ക്ക മസാല റെഡിയായി. ഇതുപോലുള്ള വെറൈറ്റി ഡിഷസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വിഭവമായി വീണ്ടും സന്ധിക്കും വരെ ബൈ.